ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞൊരു ടോപ്പിക്കിൽ നാട്യശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞിരുന്നു. ഈ നാട്യവേദം അല്ലെങ്കിൽ നാട്യശാസ്ത്രം എന്നൊന്നും പറഞ്ഞാൽ ഈ ഒരു വരിയിലും രണ്ട് വരിയിലും ഒന്നും തീരുന്നതല്ല എന്നുള്ള എല്ലാവർക്കും, നാട്യത്തെക്കുറിച്ച് അറിയുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നാട്യോൽപ്പത്തിയിൽ പറയുന്നത് ബ്രഹ്മാവ് നമ്മുടെ 4 വേദങ്ങളായ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ നിന്നും കാതലായ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് 5ാമത്തെ വേദമായ നാട്യവേദം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഋഗ്വേദത്തിൽ നിന്നും കഥാതന്തുവും, സാമവേദത്തിൽ നിന്ന് സംഗീതവും, യജുർവേദത്തിൽ നിന്ന് രസവും, അഥർവവേദത്തിൽ നിന്ന് അഭിനയവും കൂട്ടിച്ചേർത്താണ് നമ്മുടെ 5ാമത്തെ വേദം നിർമ്മിച്ചതത്രേ. ബ്രഹ്മാവ് മഹർഷിമാരെ പഠിപ്പിക്കുന്നതിനായി ഭരതമുനിക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുത്തു. ഭരതമുനി തൻ്റെ 100 പുത്രന്മാർക്ക് ഈ വിദ്യ അഭ്യസിപ്പിച്ചു. അവർ അത് ബ്രഹ്മാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ബ്രഹ്മാവ് അതിൽ സന്തുഷ്ടനാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ക്രമേണ ഭരതപുത്രന്മാർക്ക് അഹങ്കാരം മൂത്തു എന്ന് പറയപ്പെടുന്നു. അവർ ഈ വിദ്യ മഹർഷിമാരുടെ സദസ്സിൽ അശ്ലീലം കലർന്ന പ്രയോഗത്തോടെ ചെയ്തു എന്നും ദേഷ്യം പൂണ്ട മഹർഷിമാർ ഈ ഭരതപുത്രന്മാർ ശൂദ്രാചാര്യന്മാരാകട്ടെ എന്ന് ശപിച്ചു എന്നുമാണ് പറയുന്നത്. പിന്നീട് ഭരതൻ്റെ നിർദ്ദേശപ്രകാരം ഈ പുത്രന്മാർക്ക് ശാപവിമുക്തരാവുകയും അവർ ഭൂമിയിലെത്തി മനുഷ്യരെ കൂടി ഈ വിദ്യ പഠിപ്പിക്കുകയും ചെയ്തു. കാലക്രമേണ ശാപം മാറിയ ഭരതപുത്രന്മാർ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി എന്നും പറയപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനൽ നന്ദനം ആർട്ടിസ്റ്റിക് അരീന എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി. അടുത്തൊരു ടോപ്പിക്കുമായി ഞാൻ ഉടനെ വരുന്നതാണ്. നമസ്കാരം.